കർത്താവിൻ്റെ ധന്യതിരുനാമം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ ദിവസം ഏറ്റവും സുന്ദരമാവട്ടെ. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11:29. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. ക്രിസ്തുവിൽ നിന്നും നാം പഠിക്കേണ്ടുന്ന അനുഗ്രഹീത സുഹൃതമാണ് വിനയം. വിശുദ്ധ നോയമ്പ് നമ്മെ വിനയം പഠിപ്പിക്കുന്നു. വിനയമാണ് നമ്മെ വിശുദ്ധിയിലേക്ക് ഉയർത്തുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്, വിശുദ്ധിയുടെ ഉത്തംഗപദത്തിൽ എത്താനുള്ള ഒന്നാമത്തെ മാർഗം വിനയമെന്നാണ്. രണ്ടാമത്തേത് വിനയം, മൂന്നാമത്തേത് വിനയം. ഇങ്ങനെ 6 പ്രാവശ്യം എന്നോട് ചോദിച്ചാലും ഞാൻ പറയും വിനയം എന്നു തന്നെ. എടുത്തെറിഞ്ഞാലും നശിച്ചു പോകാത്ത ധനമേത് എന്ന ചോദ്യത്തിന് മാർ എബ്രായ പറയുന്ന ഉത്തരം വിനയം എന്നാണ്. പാപത്തിൻ്റെ ശക്തിയെ നശിപ്പിച്ച് നമ്മെ ദൈവപുത്രന്മാരാക്കുന്നത് വിനയമാണ്. സ്വയം വിനീതനാവാനല്ലാതെ നിങ്ങൾ ദേവാലയത്തിൽ കടക്കുമെങ്കിൽ നിങ്ങൾ ഉയർത്തപ്പെടുന്നില്ല എന്ന് ഖലീൽ ജിബ്രാൻ. ഓരോ ആരാധനയും നമ്മെ സ്വർഗീയ അനുഭവത്തിൽ എത്തിക്കുന്നതാണ്. വിനയമില്ലാത്ത പ്രാർത്ഥന നമ്മെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയില്ല. അകന്തയോടുകൂടി ദേവാലയത്തിൽ പ്രവേശിക്കരുത്. പാദരക്ഷകൾ ദേവാലയത്തിന് പുറത്ത് അഴിച്ചുവെക്കുന്നത് പോലെ അകന്തയെ കൂടി ഉപേക്ഷിച്ച് ദേവാലയത്തിൽ കടക്കണം. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ സാറാഫുകൾ എത്ര വിനയത്തോടുകൂടിയാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. 2 ദിനവൃത്താന്തം 26:16. ഉസിയാവ് ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായി നിഗളിച്ചു. എന്താണ് ഉസിയാവ് ചെയ്തത്? ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട പുരോഹിതന്മാരുള്ളപ്പോൾ ആ കർമ്മം നിർബന്ധപൂർവം രാജാവ് ഏറ്റെടുക്കുവാൻ ശ്രമിച്ചു. അഹങ്കാരം അതിർത്തി ലംഘിക്കും. രാജാവ് തൻ്റെ അധികാരം ഉപയോഗിച്ച് ധൂപം കാട്ടുവാൻ ശ്രമിക്കുക മാത്രമല്ല, അതിനെ തടയുവാൻ ശ്രമിച്ച പുരോഹിതന്മാരോട് ബലിപീഠത്തിൽ വെച്ച് കോപിച്ചു. യഹോവ ഉസിയാവിനെ ശിക്ഷിച്ചു. വിനയമുള്ളവർക്ക് ആത്മീയ പക്വത ലഭിക്കുകയും ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുകയും ചെയ്യും. മോശയ്ക്ക് ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെട്ടപ്പോൾ ക്രിസ്തുവിനെ മുൻകൂട്ടി കാണുവാൻ കഴിഞ്ഞു. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി. എബ്രായ ലേഖനം 11:26. നമുക്ക് വിനയമുണ്ടാക്കി തരുന്ന വിശുദ്ധ കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. തെറ്റുകൾ തുറന്നു സമ്മതിക്കണമെങ്കിലും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയണമെങ്കിലും വിനയം വേണം. ആത്മാർത്ഥമായ വിശുദ്ധ കുമ്പസാരത്തിൽ ഇവ രണ്ടും നടക്കുന്നു. ഉപവാസം ശരീരത്തെ വിനയം പഠിപ്പിക്കുന്നു. ഈ പരിശുദ്ധമായ നോയമ്പിൽ വിനയം നേടിത്തരുന്ന വിശുദ്ധ കുമ്പസാരത്തിലൂടെയും ഉപവാസത്തിലൂടെയും നമുക്ക് വിശുദ്ധിയിലേക്ക് വളരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.